2201 മിഥുന മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 15/6/2026 മുതൽ 16/7/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. വൃശ്ചികക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത്. അമ്മയ്ക്കുണ്ടായിരുന്ന രോഗവും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഇനി മാനസിക പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണിത്. വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്നവർക്ക് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അങ്ങനെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നു. ബന്ധുക്കളുടെ വിരോധം മാറിക്കിട്ടുന്നു. പുത്രനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നു. ധനലാഭം ഉണ്ടാകുന്നു. ധർമ്മകാര്യസിദ്ധി ഉണ്ടാകുന്നു. ധർമ്മപരമായ കാര്യങ്ങൾക്കെല്ലാം ഫലം ഉണ്ടാകുന്നു. ചിലർക്ക് വിവാഹം നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ ഗുണകരമായ ഒരു സമയമാണിത്. ആജ്ഞാപിക്കാനുള്ള അധികാരമുള്ള ഒരു പദവി ഉള്ള ഒരു ജോലി കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സാമർഥ്യം ഉണ്ടാകും. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഒരു കാലതാമസം മാറിക്കിട്ടുന്നു. എന്തിനു പോയിരുന്നാലും താമസിക്കുന്നു, അത് മാറിക്കിട്ടുന്നു. മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്നു. ചിലർക്ക് വീട്, സ്ഥലം എന്നിവ വാങ്ങുന്നതിന് സാധിക്കുന്നു. ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യങ്ങൾ കുറയുന്നു. ഇതൊക്കെ നല്ല ഫലങ്ങളുണ്ടെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ചിലപ്പോൾ ലഭ്യമായേക്കാം. അഗ്നിയിൽ നിന്നും ചില ആപത്തുകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇടിമിന്നലിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ അല്ലാണ്ടുള്ള തീയിൽ നിന്നൊക്കെ ചില അപകടങ്ങളുണ്ടാകാം. വളരെ ശ്രദ്ധിച്ചാൽ മതി. അതികഠിനമായ ദേഹോദ്രവം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. അകാരണമായ ഭയം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ബുധനും ഒരു രാശിയിൽ സംക്രമിച്ചിരിക്കുന്നതിനാൽ ഈ യോഗത്തെ ബുധാധിപത്യ യോഗം എന്ന് പറയുന്നു. മനസ്സിനും ബുദ്ധിക്കും ഒരു യോജിപ്പുണ്ടാകുന്നു, സംയോജനം ഉണ്ടാകുന്നു. ബുദ്ധിയുടെ ഗതി നേർവഴിക്ക് വരികയും ബിസിനസ്സിലേക്ക് പുതിയ അറിവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ബിസിനസ്സുകാർക്കാണെങ്കിലും പുതിയ സംരംഭം തുടങ്ങാൻ പോകുന്നവർക്കാണെങ്കിലും അവർക്ക് അതിലേക്ക് വേണ്ടി കൂടുതൽ അറിവ് സമ്പാദിക്കാനും നല്ല രീതിയിൽ അത് തുടങ്ങുന്നതിനും സാധിക്കുന്നു. എഞ്ചിനീയറിങ്, അധ്യാപനം, സാഹിത്യം ഇവയെല്ലാം വളരെ വിജയത്തിലേക്ക് എത്തുന്നു. അതുപോലെ സൂര്യൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ അമാവാസി യോഗം ഉണ്ടാകുന്നു. ഇത് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നതിന് ഒരു കാരണമാകുന്നു. ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, ഒരു കൺഫ്യൂഷൻ. എന്നാൽ ബിസിനസ്സിൽ മുൻഗണന നൽകുവാൻ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് ഇവർക്ക് നല്ല ഒരു കഴിവ് ലഭിക്കുന്നു. മികച്ച ഒരു നേതൃത്വ ഗുണം ഉണ്ടാകുന്നു. ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുന്നു. സമൂഹത്തിൽ ഇവർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യമുണ്ട്. മാതാപിതാക്കൾ ശക്തിയായിട്ട് അവരുടെ കുട്ടികളിലേക്ക് സ്വാധീനം ചെലുത്തുന്നതിനും തിരിച്ചും, അതായത് കുട്ടികൾ മാതാപിതാക്കൾക്കൊരു സ്വാധീനം കൊടുക്കുന്നതിനുള്ള ഒരു നല്ല ഒരു മാസമാണിത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ സമ്പന്നപരമായ അറിവ് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഗുരു ശുക്ര സംക്രമം പല ഗുണങ്ങളും ലഭ്യമാകുന്നു. സാഹിത്യകാരന്മാർക്കും മറ്റു കലാകാരന്മാർക്കും സംഗീതജ്ഞന്മാർക്കൊക്കെ ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം ധാരാളം ഉണ്ടാകും. നല്ല വ്യക്തിത്വം ഉണ്ടാകുന്നു. ഉദാര മനസ്കത ഉണ്ടാകും. ചിലർക്ക് ഭൗതിക സുഖങ്ങളും ആത്മീക സുഖങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ടും ഉള്ള ഒരു കഴിവ് ലഭിക്കുന്നു. ബുധൻ, ഗുരു, ശുക്രൻ എന്നിവർ ഒരു ഭാവത്തിൽ വരുന്നതിനാൽ സരസ്വതി യോഗം ഭവിക്കുന്നു. ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ടാകുന്നു. ഇപ്പം വിദ്യാർത്ഥികൾക്കാവട്ടെ അല്ലാത്ത ആൾക്കാർക്കായിരുന്നാലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ആശയവിനിമയ ശേഷിയും ലഭിക്കുന്നു. മീഡിയയിൽ ജോലി ചെയ്യുന്നവർക്ക്, അതായത് വാർത്താവിനിമയ രംഗത്ത്, ഏത് വാർത്താവിനിമയ രംഗത്തായിരുന്നാലും ഏറെക്കുറെ ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഗുണകരമായ ഒരു സമയമാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസത്തിലൂടെയും അറിവിലൂടെയും ധനം സമ്പാദിക്കുന്നതിനുള്ളൊരു മാർഗവും കൂടിയാണ് ഈ മാസം. കുടുംബസൗഖ്യം ലഭിക്കാം. നല്ലൊരു കുടുംബജീവിതം ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്.
ഇവിടെയും ഭൗതികവും ആത്മീകവുമായ ആ രണ്ട് ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഭാഗ്യവും ഇവർക്കുണ്ട്. ഇനി ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പറയുന്നത്. ആദ്യം വിശാഖം നക്ഷത്രക്കാരുടെയാണ്. 4 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ആരംഭത്തിൽ വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് ശരിയാകുന്നതാണ്. എങ്കിലും വിദ്യാഭ്യാസം തുടർന്ന് പഠിക്കുന്നതിന് അവർക്ക് സാധിക്കും. അതിനൊരു തടസ്സം കാണുന്നില്ല. ചില രോഗങ്ങൾ പ്രശ്നമുണ്ടാക്കാം, എങ്കിലും തക്ക സമയത്ത് ചികിത്സ അവർക്ക് ലഭിക്കുന്നതാണ്. ചില സമയത്ത് ഗുണകരമായി തീരേണ്ട പലതും വിപരീത അനുഭവങ്ങളായിരിക്കും ലഭിക്കുക. കുടുംബത്തിലെ തലമുതിർന്നവരുടെ ജാതകം നോക്കിയാലേ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇതിൻ്റെ ആ ഒരു അവസ്ഥ അറിയണമെങ്കിൽ മുതിർന്നവരുടെ ജാതകവും കൂടി പരിശോധിക്കണം. അച്ഛനും അമ്മയുടെ ജാതകവും കൂടി പരിശോധിച്ചാലേ അത് അറിയാൻ സാധിക്കും. കുടുംബത്തിൽ എന്ത് നല്ലത് നടന്നാലും അത് വിപരീതമായിട്ടാണ് വരുന്നത്, അത് പരിശോധിച്ചാൽ അറിയാം. ഏതായിരുന്നാലും ഈ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ മിനറൽസിൻ്റെയൊക്കെ ഒരു കുറവ് മൂലമുള്ള റിക്കറ്റ്സ് എന്ന രോഗം വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. ഇതിനെല്ലാം നല്ല ചികിത്സ ലഭിക്കുന്നുണ്ട്. 4 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള കാലത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ ചില വിശാഖ നക്ഷത്രക്കാർക്ക് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും വിദ്യാഭ്യാസം തുടരുവാൻ സാധിക്കുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ട്. സ്വഭവനത്തിൽ നിന്നും മാറി താമസിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. വയസ്സ് കൂടുന്തോറും ശാരീരിക അസ്വസ്ഥതകൾ മാറി ആരോഗ്യം തൃപ്തികരമായിട്ടാണ് കാണുന്നത്. ബന്ധുവിൻ്റെ ദേഹവിയോഗം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. മുതിർന്ന ബന്ധു ആയിരിക്കും ആ വിയോഗം വരുന്നത്. ഇവർക്ക് കലയോടും സാഹിത്യത്തോടെല്ലാം താല്പര്യവും അത് പഠിക്കാനുള്ള ഒരു അത്യാഗ്രഹവും അവർക്കുണ്ടാകുന്നു. അതെല്ലാം നടന്നു കിട്ടുന്നതിനുള്ള യോഗവും അവർക്കുണ്ട്. ചിലർക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ജോലി ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടന്നു കിട്ടാനും ഈ സമയം യോഗമുണ്ട്. സന്തോഷത്തിനും വകയുണ്ട്. എന്തു പ്രയാസമാണെങ്കിലും ഒന്നിനും ഒരു കുറവില്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ചിലർക്ക് ഹോസ്റ്റൽ ജീവിതം, വീട്ടിൽ നിന്ന് വേറിട്ടുള്ള ഒരു പഠനമാണ് ചിലർക്ക് പറയുന്നത്. 23 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്ത് ശാരീരികപരമായി ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കുന്ന ഒരു സമയമാണ്. മാനസിക പിരിമുറുക്കം ചിലർക്ക് ഉണ്ടാകാമെങ്കിലും അതെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്നു ചികിത്സ മൂലം. ചില വിശാഖ നക്ഷത്രക്കാർ ഗവേഷണപരമായ തൊഴിലുകളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് സാധിക്കാം. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന യോഗം ഉണ്ടാകുന്നതിനും ഉള്ള ഒരു ഭാഗ്യമുണ്ട്. ഈ സമയത്ത് ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ചിലർ ഉന്നത വിദ്യാഭ്യാസം നേടി മികച്ച തൊഴിൽ സമ്പാദിക്കുന്നതിനുള്ള ഒരു യോഗം ഇവർക്കുണ്ട്, ഒരു ഭാഗ്യം ഇവർക്കുണ്ട്. കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ തൻ്റേതായ കയ്യൊപ്പ് പതിക്കുവാൻ ഇവർക്ക് സാധിക്കും. ഈശ്വര അനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലമാണ്. ധർമ്മപരമായ കാര്യത്തിൽ ഒരിക്കലും മുടക്കം വരരുത്. സ്വന്തമായി വീടും വാഹനങ്ങളെല്ലാം വാങ്ങുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ്. 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ചതി വഞ്ചന ഇവയിൽ അകപ്പെടാതെ പ്രത്യേകം ഈ കാലഘട്ടം ശ്രദ്ധിക്കേണ്ടതാണ്. ആയുധം, വാഹനം, യന്ത്രം ഇവയിൽ നിന്നും അപകടം വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷിച്ചു വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിലേക്ക് വേണ്ടി. അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം പണം സമ്പാദിക്കാനുള്ള ഒരു സമയവും കൂടിയാണ്. ഈ സമയം അന്യദേശത്തേക്കോ അന്യ വീട്ടിലേക്കോ താമസം മാറാനായിട്ടൊരു യോഗമുണ്ട്. അന്യദേശം വാസം കൊണ്ട് ധനനേഷ്ടം, ധനലാഭം ധാരാളം പ്രതീക്ഷിക്കാവുന്നതാണ്. ചില രോഗങ്ങൾ വരാൻ, ചില ഉപദ്രവങ്ങൾ വരാനും ഒരു സാധ്യത ഉണ്ടെങ്കിലും അതെല്ലാം കുറവായിരിക്കും, അതിൻ്റെ പരിണിത ഫലങ്ങൾ കുറവായിരിക്കും. ഭൂമിയോ വീടോ ഈ സമയവും അവർക്ക് സ്വന്തമാക്കുന്നതിനുള്ള ഭാഗ്യവും അവർക്കുണ്ട്. 47 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു കാലമാണിത്. പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഇവിടെയും വാഹനവും ഭൂമിയും വീടൊക്കെ വാങ്ങാനായിട്ട് പിന്നെയും യോഗം ഇവർക്ക് കാണുന്നുണ്ട്. അംഗീകാരങ്ങളും അവാർഡുകളും ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യമുണ്ട്. ആഗ്രഹങ്ങൾ ഒരുവിധം നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. മികച്ച സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. സർക്കാരിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഇവർക്ക് ലഭ്യമാകാം.
പിതൃതുല്യരായവർക്ക് ദേഹനാശം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലർക്ക് രോഗങ്ങൾ ശല്യം ചെയ്യുമെങ്കിൽ അതൊക്കെ നിയന്ത്രണ വിധേയമാകും. പല വിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭ്യമാകും. 67 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ ഉണ്ടാകാം. ഒടിച്ചിലും ചതച്ചിലും ഒന്നും വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാം. പല വിലപ്പെട്ട സമ്മാനങ്ങളും ഇവർക്ക് ലഭ്യമാകാം. ജന്മനാൾ ആഘോഷങ്ങൾ മുറയ്ക്ക് നടത്തുന്നതിനുള്ള ഭാഗ്യമുണ്ട്. വയറ്റിലും മറ്റു ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വയറ് സംബന്ധിച്ച അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വാതരോഗം വന്നേക്കാം. എന്നിരുന്നാലും അധികം ദുരിതങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ഈശ്വര കടാക്ഷം ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സമയവും കൂടിയാണ്. ധനത്തിനും ഐശ്വര്യത്തിനും ഒന്നും കുറവ് വരുന്നില്ല. 73 വയസ്സിന് മുകളിലോട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് എവിടെയാണോ വസിക്കുന്നത് അവിടവുമായി യോജിച്ച് ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. തൻ്റേതായ കലാസൃഷ്ടികളും സാഹിത്യ സൃഷ്ടികളുമായി സന്തോഷപൂർവ്വം കാലം കഴിഞ്ഞു പോകാം. വളർത്തുമൃഗങ്ങളും മറ്റും ഉള്ളതിനാൽ മാനസിക ഉല്ലാസം ഇവർക്ക് ലഭിക്കുന്നതിന് വളരെ ഗുണകരമായി വരുന്നു. അടുത്ത് അനിഴം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ കുട്ടിക്കും വീട്ടുകാർക്കും ഉണ്ടാകാം എങ്കിലും അതൊക്കെ ഭേദമാകാം. ആരുമായും വഴക്കിനോ ബഹളത്തിനോ വീട്ടുകാരും ഈ കുട്ടിയും പോകരുത്. കാരണം അത് വലിയ ഒരു കേസിലും വഴക്കിലും ചെന്ന് അവസാനിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ കടുത്ത സാമ്പത്തിക നഷ്ടം കൂടി വരാൻ സാധ്യതയുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി വസിക്കുന്നവർക്ക് വസിക്കാനും ഈ സമയം ഒരു യോഗം കാണുന്നുണ്ട്. കൃഷിക്കാരാണെങ്കിൽ കൃഷിയിൽ നിന്നും ധാരാളം ലാഭം ലഭിക്കുന്ന ഒരു സമയമാണ്. പല രീതിയിലും ഈ കുട്ടി ചൂഷണങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നും കാര്യമായിട്ട് വരുന്നില്ല. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അല്പാൽപമായി പുരോഗതി കൈവരുന്നൊരു സമയമാണ്. പലവിധ ധനനേട്ടങ്ങളും കുടുംബത്തിൽ ഉണ്ടാകുന്നു. ആരോഗ്യം തൃപ്തികരമായി പോകുന്നു. വിദ്യാഭ്യാസം മികച്ച രീതിയിൽ പോകുന്നതിന് സാധിക്കുന്നു. ചിലർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നതിന് സാധിക്കുന്നു. ചിലർ ഗവേഷണ രംഗത്തേക്ക് തിരിയുന്നതിനും സാധ്യതയുണ്ട്. സമ്പാദ്യം വന്നു തുടങ്ങും. നാളേക്ക് വേണ്ടി കരുതൽ ധനം ഉണ്ടാക്കി വയ്ക്കാനും ഇവർക്ക് സാധിക്കും. പല വഴികളിലൂടെയും ധനനേട്ടം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാകുന്നു ഈ അനിഴം നക്ഷത്രക്കാർ. ചിലർക്ക് ഉന്നത അധികാരമുള്ള പദവിയിലേക്ക് ഇരിക്കുന്നതിനുള്ളൊരു ഭാഗ്യമുണ്ട്. സർക്കാർ അധികാരങ്ങളിൽ ഇരിക്കുന്നതിനും അതുപോലെ തന്നെ സർക്കാർ മുദ്ര വച്ച ആ ഔദ്യോഗിക വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ഇവർക്ക് യോഗ്യമുണ്ട്. എവിടെയും ഈശ്വര അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നതാണ്. ചിലർക്ക് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും കൂടി ഈ കാലഘട്ടത്ത് യോഗം കാണുന്നുണ്ട്. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുക്കളെയും അസൂയാലുക്കളെയും സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം പല രീതിയിലും അവർ ഉപദ്രവിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും അനിഷ്ടമുണ്ടാകാമെങ്കിലും പിന്നീട് അത് ഇഷ്ടത്തിലാകാൻ സാധ്യത വരുന്നു. ഈ സമയം കേസുകൾ, വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ എന്നിവയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. ധനം ധാരാളം വരുമെങ്കിലും ചെലവുകൾ ഉണ്ടാകാമെന്നതിനാൽ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. ഔദ്യോഗികമായി അന്യനാട്ടിൽ വസിക്കേണ്ട ഒരു യോഗവും കൂടി ഇവർക്ക് ഈ സമയം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊക്കെ വലിയ രീതിയിലുള്ള ഉപദ്രവങ്ങളൊന്നും ചെയ്യുന്നില്ല. ഭൂമിയും വീടും ഈ സമയം സ്വന്തമാക്കാൻ യോഗമുണ്ട്. എവിടെയും വിദ്യ കൊണ്ടവർക്ക് ഗുണം കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണിത്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള കാലത്ത് പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. മിക്കവാറും നല്ല രീതിയിൽ പോകുന്ന ഒരു കാലമാണ്. എല്ലാത്തിനും അതായത് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിനുള്ള നല്ലൊരു കാലഘട്ടം കൂടിയാണ്. വിചാരിക്കുന്ന നടക്കുന്ന ഒരു സമയമാണ്. ധനനേട്ടവും മറ്റ് ഐശ്വര്യങ്ങളും ധാരാളമായിട്ടുണ്ടാകാം. ഒരു സംരംഭകനാണെങ്കിൽ ബിസിനസ്സിൽ വളരെയധികം വളർച്ച ഉണ്ടാകുന്നതിനുള്ള ഉന്നതി ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഈ സമയം പുനർവിവാഹം കഴിക്കുന്നതിനും ഒരു യോഗമുണ്ട്. മേലധികാരികളുമായി പൊതുവെ യോജിച്ചു പോകുന്ന ഒരു കാലമാണ്. ഇവിടെയും ശത്രുക്കളും അസൂയാലുകളും ശല്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് അവരുടെ ഇതാണ്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും മറ്റും ആനുകൂല്യങ്ങളും ലഭ്യമാകും. ചിലർക്ക് പ്രത്യേക പദവിയുള്ള
താൽക്കാലിക ജോലി ലഭ്യമാകുന്നതിനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് അതായത് വിചാരിക്കുന്ന അവ പ്രതികൂലമായി നടക്കുന്നത് കാണാം. ചില സമയങ്ങളിൽ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടാനാണെങ്കിൽ അത് നടക്കാണ്ട് പോകാം. പടിവാതിൽക്കൽ വരെ എത്തിയിട്ട് അത് നടക്കാണ്ട് പോകുന്ന ഒരു സാഹചര്യം വന്നേക്കാം. കോപം കൂടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കാണ്ട് വരുമ്പോൾ ദേഷ്യമുണ്ടാകാം. സത്യസന്ധതയ്ക്ക് വലിയ ഒരു വിലയില്ലാത്ത ഒരവസ്ഥയാണെന്ന് തോന്നാം. ചിലർക്ക് മേലധികാരികളുടെ സമ്മർദ്ദത്തിൽ നിന്നും തുടർന്ന് ഉദ്യോഗം രാജിവെക്കേണ്ടതായിട്ട് വരാം. അവരുടെ സമ്മർദ്ദം മൂലം ഉദ്യോഗം രാജിവെക്കേണ്ടതായിട്ട് വന്നേക്കാം. സർക്കാർ മേഖലയായാലും സ്വകാര്യ മേഖലയിലായിരുന്നാലും ഈ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. ചില രോഗങ്ങളും മാനസിക പിരിമുറുക്കവും ഇവർക്ക് ഉണ്ടാകാം. എങ്കിലും ധനത്തിനും ഐശ്വര്യത്തിനും ഇവർക്ക് കുറവൊന്നും വരുന്നില്ല. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ ഇവർക്ക് തേടാവുന്ന ഒരു സമയമാണ്. ഷെയർ മാർക്കറ്റിംഗ്, അധ്യാപനം, കൃഷി, സെക്യൂരിറ്റി സർവീസുകൾ തുടങ്ങിയവ ഇവർക്ക് ചെയ്യാവുന്ന ഒരു ജോലികളാണ്. മനസമാധാനവും ആരോഗ്യവും ഇവർക്ക് തൃപ്തികരമായിരിക്കും. ചില മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വലിയൊരു സംഖ്യ ധനം ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം ഇവർക്കുണ്ട്. പൊതുവെ അല്ലലും അലച്ചിലും ഒന്നുമില്ലാണ്ട് സമാധാനമായ ഒരു ജീവിതം ഇവർക്കുണ്ടാകുന്നു. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. മോഷ്ടാക്കളെയും ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെയും നല്ലതായിരിക്കും. പ്രായത്തിൻ്റെ ചില രോഗങ്ങൾ വന്നേക്കാമെങ്കിലും വലിയ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം വിജയിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് സർവീസിൽ ഇരുന്നവർക്കായിരുന്നാലും അല്ലാത്തവർക്കായിരുന്നാലും അതെല്ലാം ഒത്തീർപ്പായി നിങ്ങൾക്ക് ആ ധനം കിട്ടുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. ചില അനിഴ നക്ഷത്രക്കാർക്ക് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം. രക്തത്തിൽ അണുബാധ മൂലമോ രക്തത്തിൽ മറ്റു മിനറൽസിൻ്റെയോ മറ്റു കുറവുകൾ മൂലമോ ഉണ്ടാകുന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അന്യദേശവാസം ഈ സമയം കാണുന്നുണ്ട്. എങ്കിലും ധനത്തിനും ഐശ്വര്യത്തിനും ഒന്നും ഒരു കുറവ് വരുന്നതായിട്ട് കാണുന്നില്ല. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 14 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളായി ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ത്വക്കിന് ചില അലർജി പോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. ഈ കുട്ടിയെ മോഷ്ടാക്കളിൽ നിന്നും സൂക്ഷിക്കേണ്ടതാണ്. ഈ സമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഗ്നി മൂലവും വിഷവസ്തുക്കളാലും ഉപദ്രവം കുട്ടിക്കുണ്ടായേക്കാം. ചിലർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ കുട്ടിക്ക് തന്നെ സ്വയം രക്ഷപ്പെടാനും സാധിക്കുന്നതാണ്. ചില കുട്ടികൾക്കാണ്. വിദ്യാഭ്യാസം ഇതൊക്കെയാണെങ്കിലും തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. സർക്കാരിൽ നിന്നും അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ കാലം കുട്ടിയും വീട്ടുകാരും ഒരുവിധ തർക്കങ്ങളിലും വഴക്കുകളിലും ചെന്ന് ചാടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുടുംബസമേതം അന്യദേശത്തേക്ക് താമസം മാറാനും ഒരു യോഗമുണ്ട്. ടൈഫോയിഡ്, വാദം മുതലായ രോഗങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യത ചെറുതായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും മിക്ക കുട്ടികൾക്കും വിദ്യാഭ്യാസം തുടരുന്നതിന് വേണ്ടി സാധിക്കുന്നു. അരിഷ്ടതകളും മോശം കാലവും ക്രമേണ ഈ സമയത്ത് മാറി വരുന്നതായിട്ടും കാണുന്നുണ്ട്. അവിചാരിതമായി ധനലാഭം കുടുംബത്തിൽ ഉണ്ടാകുന്നതിന് ഒരു ഭാഗ്യമുണ്ട്. 21 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ കാലത്ത് ഒരുവിധം ഗുണകരമായ ഒരു സമയമാണ്. പല നേട്ടങ്ങളും ഈ കുട്ടിക്കും കുടുംബത്തിനും ഉണ്ടാകുന്നു. മികച്ച വിദ്യാഭ്യാസം നേടാനായിട്ട് ഭാഗ്യമുണ്ട്. മികച്ച തൊഴിലും അതുമൂലം ലഭ്യമാകുന്നു. തികച്ചും ആത്മാർത്ഥമായ ശ്രമം ഇവിടെ അത്യാവശ്യമാണ്. ജോലിയിൽ യാതൊരു കാര്യത്തിലും ഉപേക്ഷ വിചാരിക്കാതെ അശ്രദ്ധയും കാണിക്കാണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ളൊരു സമയമാണ്. അംഗീകാരങ്ങളും പല നേട്ടങ്ങളിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹവും സന്താനഭാഗ്യവും ഉണ്ടാകുന്നു. ഇഷ്ടവാഹനം സ്വന്തമാക്കാനും വീട് വാങ്ങുന്നതിനും സാധിക്കുന്നു. തൊഴിൽ സംബന്ധമായി ധാരാളം പുരോഗതിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും വലിയ കാര്യമാക്കി ബാധിക്കുന്നില്ല. ഈശ്വര അനുഗ്രഹം നേടാനും സമ്പത്ത് ഐശ്വര്യം നിലനിർത്താനും വേണ്ടിയുള്ള പൂജകൾ, പ്രാർത്ഥനകൾ ഇവ അത്യാവശ്യമാണ്. ചിലർക്ക് നാട്ടിലോ വിദേശത്തോ
വ്യാപാര ശൃംഖല പടുത്തുയർത്തുവാനായിട്ടുള്ള ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ വലിയ നേട്ടമുള്ള ഒരു കാലമല്ല ഇത്. അധികാരികളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ കമ്പനി മീറ്റിങ്ങുകൾ, മറ്റു സന്ദർശനങ്ങൾ കമ്പനി നിങ്ങളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെല്ലാം പങ്കെടുക്കേണ്ടതാണ്. ഒരിക്കലും ഒഴിവാക്കരുത്. ശത്രുക്കളെയും അസൂയാലുക്കളെയും നിങ്ങൾ സൂക്ഷിക്കുക. മേലധികാരികളുമായി ഒത്തുചേർന്ന് പോകുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ മേലധികാരികളെ അകമഴിഞ്ഞ് കൂടിയുള്ള ജോലിക്കാരെയും അകമഴിഞ്ഞ് വിശ്വസിക്കരുത്. എല്ലാ കാര്യങ്ങളിലും ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ വീക്ക്നെസ് ആരുമായി പങ്കുവയ്ക്കാനായിട്ട് സാധിക്കരുത്. സൂക്ഷിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിലുള്ള അപകടങ്ങളും അപവാദങ്ങളും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ജോലിയിൽ അശ്രദ്ധ ഒരിക്കലും കാണിക്കരുത്. 47 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള കാലത്ത് ഇതുവരെ വളരെ ശ്രമപ്പെട്ടതിനാൽ ഈ ഘട്ടം വളരെ നല്ലതായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് സൂക്ഷിക്കാതെ വിന വരുത്തിയവർക്ക് കഷ്ടകാലം തുടർന്നുകൊണ്ടേയിരിക്കുന്നതായി കാണുന്നു. വിശേഷ അതിഥികളെ സൽക്കരിക്കാനും അതുവഴി പല മേഖലകളിൽ പ്രവേശിക്കുവാനും ഇവർക്ക് സാധിക്കുന്നു. എവിടെയും വിശ്വാസമുള്ള ഒരു ശൃംഖലയുള്ള സ്നേഹിതനെ ഇവർക്ക് ലഭിക്കുന്നു. ഈ നെറ്റ്വർക്ക് മൂലം ബിസിനസ്സിലും കാർഷിക രംഗത്തും തൊഴിലിലും ഇവർക്ക് വളരെ ഉയരുവാനായിട്ട് സാധിക്കുന്നു. പല വിലപ്പെട്ട സമ്മാനങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഉത്തമമായ തൻ്റെ ഇഷ്ടപ്പെട്ട ഏത് വാഹനം ഇവർക്ക് സ്വന്തമാക്കുന്നതിനുള്ള യോഗമുണ്ട്. ബംഗ്ലാവും സ്വന്തമാക്കാൻ സാധിക്കുന്നു. ചെറിയ രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 57 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില അവയവങ്ങൾക്ക് സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടാകാം. കാരണം ശത്രുക്കൾ ശല്യം ചെയ്തതുകൊണ്ടാണ് ഈ നടപടികൾ വരുന്നത്. ഈ കാലം അന്യപുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ തിരിച്ചും അന്യ സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ, അതായത് മാനഹാനിയും മറ്റു ഉപദ്രവങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. എല്ലാവരുമായിട്ടും കുറച്ചൊന്ന് അകലം പാലിക്കുന്നത് ഈ സമയം നല്ലതായിരിക്കും. ബന്ധുവിൻ്റെ ഒരു വിയോഗം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചവർക്ക് ധനവും ഐശ്വര്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. ഒപ്പം ധാരാളം നേട്ടങ്ങളും ഉണ്ടാകുന്നു. നിക്ഷേപങ്ങളിൽ നിന്നും ഉയർന്ന ആദായം ലഭിക്കുന്ന ഒരു സമയമാണ്. 64 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഈ കാലം ചിലർക്ക് അനുകൂലമായി ചിലർക്ക് പ്രതികൂലമായി വരുന്ന ഒരു 2 അനുഭവമുള്ള ഒരു കാലമാണ്. കണ്ടറിഞ്ഞ് ശ്രദ്ധിച്ചവർക്ക് ഏറെ ഗുണകരമായ ഒരു കാലമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അലർജിയും ത്വക്ക് രോഗവും വരുന്നതിനൊരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ശരീരം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എക്സിമ, വെള്ളപ്പാണ്ട്, സോറിയാസിസ് എന്നിവ വരാനുള്ള ഒരു ചെറിയ സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ആയതിനാൽ തക്ക സമയത്ത് ചികിത്സ തേടുക. ചിലർക്ക് പ്രമേഹം, BP മുതലായവ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ധനത്തിന് യാതൊരു കുറവും വരുന്നില്ല. ഈ സമയത്ത് ആയുധങ്ങളിൽ നിന്ന് മുറിവേൽക്കാണ്ടും സൂക്ഷിക്കേണ്ടതാണ്. ചിലർക്ക് വിദേശത്തേക്ക് പോയി അവിടെ താമസിക്കുന്നതിനും എല്ലാം അവർക്ക് യോഗമുണ്ട്. അവിടെ ബിസിനസ് ചെയ്യുന്നതിന് യോഗമുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജാതകപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മിഥുനമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധിയും ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.